ഏത് രീതിയിലാണ് SFIയുടെ ഒരു പ്രതിഷേധം, പ്രത്യേകിച്ചും ഇപ്പോൾ ജോയിന്റ് രജിസ്ട്രാർക്കെതിരെ അടക്കം നടപടി വന്നിരിക്കുന്നു? ആരൊക്കെ അവർക്കെതിരെ നിന്നാലും അവർക്കെതിരെ എല്ലാം നടപടി എടുത്തു പോകും. അവസാനം ഈ സർവകലാശാലയ്ക്കകത്ത് ആരും കാണില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട്. പക്ഷെ അങ്ങനെ അനുവദിക്കാൻ വേണ്ടി SFI സമ്മതിക്കില്ല. കാര്യം ഇതുമായി ബന്ധപ്പെട്ട് വലിയ സമരം തന്നെ SFI ഏറ്റെടുക്കും. ആ രീതിയിൽ തന്നെ SFI ഇതിനെ കണ്ടിട്ടുണ്ട്. സർവകലാശാലയെ സംഘപരിവാർ കേന്ദ്രമാക്കാൻ വേണ്ടി ഏത് രീതിയിൽ അവർ ശ്രമിച്ചാലും അതിനെയെല്ലാം വലിയ വിദ്യാർത്ഥി പ്രതിരോധം തീർത്ത് ഞങ്ങൾ അതിന് മുന്നേ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അതുമായിട്ട് പറയാനുള്ളത്. ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ചും രജിസ്ട്രാർക്കെതിരെ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് രജിസ്ട്രാർക്കെതിരെ ഒരു സസ്പെൻഷൻ നടപടിയെടുക്കുന്നു. ആ രജിസ്ട്രാറെ കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് ചേർന്നുകൊണ്ട് വീണ്ടും ചുമതലയിലേക്ക് എത്തിക്കുന്നു. പക്ഷേ അതിനെ പോലും അംഗീകരിക്കാതെയാണ് ഇപ്പോൾ അടുത്തൊരു നടപടി ജോയിന്റ് രജിസ്ട്രാർക്കെതിരെ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ രജിസ്ട്രാർ ഇതുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റിന്റെ ഓർഡർ ഇറങ്ങിയതിന് തുടർന്ന് തന്നെ രജിസ്ട്രാർ അതിനകത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ജനാധിപത്യത്തിന് എതിരാണ്, അല്ലെങ്കിൽ വിരുദ്ധമായാണ് കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ വലിയ പ്രതിഷേധം വിദ്യാർത്ഥിയുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരും. നാളെ ഞങ്ങൾ SFIയുടെ നിരവധി ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിയിലെ വിവിധ വിഷയങ്ങളും സംഘപരിവാർ കേന്ദ്രമാക്കുന്നതിന് വലിയ ശ്രമം നടക്കുന്നതൊക്കെ കൊണ്ട് അതിനൊക്കെതിരെ മുഴുവൻ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാളെ കേരള സർവകലാശാലയിലേക്ക് SFIയുടെ മാർച്ച് നടത്തും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട്. ശക്തമായ പ്രതിഷേധവുമായി തന്നെ മുന്നോട്ട് പോകും.